കണ്ണൂരിൽ ചൂട് വീണ്ടും കൂടി. കടുത്ത ചൂടിൽ വെന്തുരുകയാണ് നാട്. പകൽ പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത സ്ഥിതിയായി. റോഡിലൊക്കെ പകൽ ആളുകൾ കുറഞ്ഞു. ചൂട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്നതിനാൽ അതീവ ജാഗ്രത പുലർത്തേണ്ട അവസ്ഥയാണ്. രാവിലെ 11 മുതൽ 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശമേൽക്കാതെ ശ്രദ്ധിക്കണമെന്ന് നിർദ്ദേശവുമുണ്ട്. എന്നാൽ രാവിലെ 7 മുതൽ തന്നെ ചൂടിൻ്റെ കാഠിന്യം അനുഭവപ്പെടുന്നുണ്ട്. രാത്രിയിലും അത്യുഷ്ണം തുടരുന്നു. നല്ല വേനൽമഴ ലഭിക്കാതെ ചൂടിന് കുറവുണ്ടാകില്ല. കണ്ണൂരിൻ്റെ മലയോര മേഖലയിലാണ് കൂടിയ അന്തരീക്ഷ താപനില രേഖപ്പെടുത്തുന്നത്. 37.9 കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ഉയർന്ന താപനില. സ്വയം പ്രവർത്തിക്കുന്ന കാലാവസ്ഥാ കേന്ദ്രങ്ങളിലെ കണക്ക് പ്രകാരം ആറളത്തും അയ്യങ്കുന്നിലും 40 ഡിഗ്രി കടന്നു. ഇത്തരം കേന്ദ്രങ്ങളിൽ 2-3 ഡിഗ്രി വരെ ചൂട് കൂടുതലായി രേഖപ്പെടുത്താം. എൻ്റെ പേര് ബിജേഷ്. കണ്ണൂര് ഇപ്പൊ ചൂട് കൊണ്ട് എവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത് റോഡിലാണേലും എവിടെയാണെങ്കിലും നമുക്ക് താങ്ങാൻ പറ്റാത്ത ചൂടാണ്. അതുകൊണ്ട് സഞ്ചാരികളായിട്ട് എത്തുന്നവരൊക്കെ വളരെ കെയർഫുള്ളായിട്ട് അവർ തണൽ പറ്റി എവിടെയെങ്കിലും അല്ലെങ്കിൽ കുടയോളോ എന്തെങ്കിലും പിടിക്കാതെ ഈ ചൂടത്തേക്ക് ഇറങ്ങാതിരിക്കുക. കാരണം അത്രയും നമുക്ക് അസഹനീയമാണ്. ഇപ്പം ബീച്ചിലാണെങ്കിലും ഞങ്ങൾ ചെയ്യുന്ന ജോലി ആയത് മണലൊക്കെ പഴുത്തും കൊണ്ട് തീയാണ് തുപ്പുന്നത് ശരിക്കും. അതുകൊണ്ട് സഞ്ചാരികൾ വളരെ ശ്രദ്ധിക്കുക. വീടുകളിലാണെങ്കിലും പുറത്തേക്ക് ഇറങ്ങുന്നവർ ശ്രദ്ധിക്കുക. അത്രേ നമുക്ക് പറയാനുള്ളൂ. കാരണം ഈ ചൂടിനെ നമുക്ക് ശമിപ്പിക്കാൻ വേറെ യാതൊരു മാർഗവുമില്ല. 5 ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ നേടാൻ റെഡിയാണോ? മലയോര മേഖലയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂമായ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു സമ്മാന പെരുമഴ. ഏപ്രിൽ 1 മുതൽ മെയ് 15 വരെ പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സമ്മാന കൂപ്പണിലൂടെ ദിവസേനയുള്ള നറുക്കെടുപ്പിൽ സ്വർണ്ണ നാണയം സ്വന്തമാക്കാനുള്ള സുവർണാവസരം. ഈ ഉത്സവ സീസൺ ആഘോഷിക്കൂ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം. ചെറുപുഴ, ആലക്കോട്, പാടിയോട്ടുചാൽ. ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.